ഹായ് ഫ്രണ്ട്സ്, കേരള PSC അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്നീ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെക്കൻഡ് പാർട്ട് ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഴ്സ് ഓഫ് ഫിനാൻസ് മെയിൻലി ക്ലാസിഫൈഡ് ആസ് 2 ആണ്. അതിൽ ഷോർട്ട് ടേം സോഴ്സും ഉണ്ട്, ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന ടോപ്പിക്കാണ്. അടുത്തൊരു ക്ലാസ്സിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് പറയുന്ന ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് refers to funds required for less than 1 year, mainly to meet working capital needs such as purchase of raw material, payment of wages, and day-to-day expenses. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ കണ്ടെത്തുന്നത് ഒരു വർഷത്തിനുള്ളിലുള്ള നീഡ്സ് അച്ചീവ് ചെയ്യേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ വിത്തിൻ 1 year, ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 year നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന ഫിനാൻസ് ആണത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അത് മെയിനായിട്ട് മീറ്റ് ചെയ്ത് ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് വാങ്ങുക, പേയ്മെൻറ്റ് ഓഫ് വേജസ്, എംപ്ലോയീസിന് വേജസ് കൊടുക്കുക, അതുപോലെ തന്നെ ഡേ ടു ഡേ എക്സ്പെൻസസ്, ഒരു സ്ഥാപനത്തിൽ വരുന്ന ഡേ ടു ഡേ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് പറഞ്ഞാൽ ലെസ് ദാൻ 1 year ആണെന്നും മെയിനായിട്ട് മീറ്റ് ചെയ്യണ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്, ഒരു സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന ഫണ്ടാണെന്ത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇനി നമുക്ക് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിൽ വരുന്ന ഒന്നാണ് ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയർ ബയ്യർക്ക് എന്തെടുക്കാണ്, നിങ്ങളിപ്പോൾ തന്നെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പീരീഡ് പിന്നീട് പേയ്മെൻറ്റ് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പീരീഡ് അനുവദിച്ച് നൽകുകയാണ്. അത്തരം പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് എ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അതെന്താണ്? ഒരു ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇൻ വിച്ച് സപ്ലയർ അലൗ ദി ബയ്യർ, സപ്ലയർ ബയ്യർക്ക് അനുമതി നൽകുകയാണ് ടു പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ തന്നെ എന്ത് കേൾക്കണ്ട, പേയ്മെൻറ്റ് നടത്തണ്ട. എഗ്രീങ് ടു റിസീവ് പേയ്മെൻറ്റ് അറ്റ് ലേറ്റർ, അപ്പോൾ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേയ്മെൻറ്റ് നൽകാൻ മതി. അപ്പോൾ പേയ്മെൻറ്റ് നൽകാൻ കുറച്ച് ടൈം ഗ്യാപ്പ് നൽകുകയാണ്. ഈ ടൈം ഗ്യാപ്പിന് നമ്മൾ എന്ത് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി വൺ ഓഫ് ദി കോമൺ ആൻഡ് സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ആണെന്ത് ട്രേഡ് ക്രെഡിറ്റ്. നെക്സ്റ്റ് നമുക്ക് ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഷോർട്ട് ടേം സോഴ്സ്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് എന്താണ്? ഒരു ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ജനറലി 30 to 90 days. ജനറലി ട്രേഡ് ക്രെഡിറ്റിൻ്റെ കാലാവധി വളരെ 30 ദിവസം മുതൽ 90 ദിവസം വരെയാണ്. നോ ഫോർമൽ എഗ്രിമെൻറ്റ് റിക്വയർഡ്. ഇവിടെ ഫോർമൽ എഗ്രിമെൻറ്റിനൊന്നും ആവശ്യം ഇല്ല. ബേസ്ഡ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ. എന്തിൻ്റെ ബേസിലാണ്? ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെയും റെപ്യൂട്ടേഷൻ്റെയും ബേസിലാണ് എന്ത് നൽകുന്നത്, ഈ ഒരു സപ്ലയർ ബയ്യർക്ക് പേയ്മെൻറ്റ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്ന് പറയുന്നത്. നോ ഇമ്മീഡിയറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ എന്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. അപ്പിയർ ആസ് എ സൺട്രി ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട് പേയബിൾ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ട്രേഡ് ക്രെഡിറ്റ് കാണുന്നത് ഒന്നില്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ
ഭാഗമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് പേബിളിൻ്റെ ഭാഗമായിട്ടാണ് ട്രേഡ് ക്രെഡിറ്റ് കാണിക്കാറുള്ളത്. മേ ഇൻക്ലൂഡ് ക്യാഷ് ഡിസ്കൗണ്ട് ടേംസ്. ഇവിടെ എന്തും കൂടി നൽകും, ക്യാഷ് ഡിസ്കൗണ്ടും കൂടി നൽകും. അപ്പോൾ എന്താണ് ട്രേഡ് ക്രെഡിറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനോട് അർത്ഥമാക്കുന്നത് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ പണം പിൻവലിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണെന്ത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. സപ്പോസ് നമ്മുടെ അക്കൗണ്ടിൽ 5000 രൂപയാണ് ഉള്ളത്. അപ്പോൾ ബാങ്ക് നമുക്കൊരു ഫെസിലിറ്റി നൽകുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസിനേക്കാൾ വിഡ്രോ ചെയ്യാനുള്ള അവസരമാണെന്ത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഫെസിലിറ്റി ടു വിഡ്രോ മോർ ദാൻ ബാങ്ക് ബാലൻസ്. നമ്മളുടെ ബാങ്ക് ബാലൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള അവസരത്തിന് എന്ത് പറയുന്നത്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, BOD എന്ന് പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. അലൗഡ് ടു കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നൽകുക കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. ഇവർക്ക് എന്ത് നൽകുക, ക്രെഡിറ്റ് കാർഡ് നൽകുക. അപ്പോൾ ഒരു ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് എന്ത് നൽകുക, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നൽകാറുള്ളത്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺലി ഓൺ ഓവർ ഡ്രോൺ എമൗണ്ട്. നമ്മൾ എത്രയാണോ പിൻവലിച്ചത്, അല്ല കൂടുതലായിട്ട് പിൻവലിച്ചത്, അതിൻ്റെ മുകളിൽ മാത്രമേ എന്ത് ചാർജുള്ളൂ, ഇൻട്രസ്റ്റ് ചാർജുള്ളൂ. യൂഷ്വലി ഷോർട്ട് ഡ്യൂറേഷൻ, കാലാവധി എന്താണ്, വളരെ കുറവാണ്. നെക്സ്റ്റ് വരുന്ന ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ, CP. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. ഇഷ്യൂ ചെയ്യുന്നത് ലാർജ് കമ്പനികളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഇഷ്യൂ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ കമ്പനികളുടെ ഷോർട്ട് ടേം നീഡ്സ്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് 2 പേപ്പറിൽ നമുക്ക് ഈ ഒരു ഏരിയ വരുന്നുണ്ട്. ഒരു പേപ്പർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ സോഴ്സ് ഓഫ് ഫിനാൻസിലെ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിലും കൊമേഴ്ഷ്യൽ പേപ്പർ പഠിക്കാണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം. കൊമേഴ്ഷ്യൽ പേപ്പർ CP ഈസ് ആൻ അൺസെക്യൂർഡ് ഷോർട്ട് ടേം പ്രൊമിസറി നോട്ട്. ഒരു അൺസെക്യൂർഡ് ഷോർട്ട് ടേം പ്രൊമിസറി നോട്ടാണിത് കൊമേഴ്ഷ്യൽ പേപ്പർ. അത് ഇഷ്യൂ ചെയ്യുന്നത് ലാർജ് കമ്പനികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇഷ്യൂഡ് ബൈ ലാർജ് കമ്പനീസ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മീറ്റ് ദെയർ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. അതായത് കമ്പനികളുടെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കമ്പനികളുടെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലാർജ് കമ്പനികളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണെന്ത്, കൊമേഴ്ഷ്യൽ പേപ്പർ. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റാണ് അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മെച്യൂരിറ്റി കാലാവധി 7 days to 1 year ആണ്. 7 ദിവസം മുതൽ 1 വർഷം വരെയാണിത് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ കാലാവധി. മിനിമം ഡിനോമിനേഷൻ, ഇതിൽ വരുന്ന മിനിമം ഡിനോമിനേഷൻ 5 lakh ആൻഡ് മൾട്ടിപ്പിൾ ആണ്. 5 ലക്ഷവും അതിൻ്റെ മൾട്ടിപ്പിളുമാണ് ഡിനോമിനേഷൻ. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീംഡ് അറ്റ് ഫേസ് വാല്യൂ. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂലാണ്. അതായത് 10 രൂപേൻ്റെത് 9 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് 10 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, റെഡീം ചെയ്യുന്നു. റിസ്ക് ഡിപ്പെൻഡ് അപ്പോൺ ഇഷ്യൂസ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇതിൽ വരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് റേറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. എത്രമാത്രം ക്രെഡിറ്റ് റേറ്റിംഗ് വരുമോ അതുമായി ബന്ധപ്പെട്ടതാണ് റിസ്ക് എന്നത്. പ്രൊവൈഡ്സ് ഹൈ റിട്ടേൺ ദാൻ CD. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ എന്തിൽ കിട്ടും, കൊമേഴ്ഷ്യൽ പേപ്പറിൽ കിട്ടും. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്.
നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CD. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കമ്പനികളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് എന്ത് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെ, കൊമേഴ്ഷ്യൽ പേപ്പർ കോർപ്പറേറ്റ് പേപ്പറാണ്, കമ്പനികളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് ഡെപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. കൊമേഴ്ഷ്യൽ പേപ്പർ കമ്പനികളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആര് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. ആ കാര്യം ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് CD ഈസ് ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണിത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് എ റെസിപ്റ്റ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബട്ട് ഇറ്റ് ഈസ് നെഗോഷിയേറ്റബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ. ഇതൊരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്, പക്ഷേ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെഗോഷിയേറ്റബിൾ ആണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ബാങ്ക് റൈസ് ഷോർട്ട് ടേം ഫണ്ട് ആൻഡ് ഗിവ് ഇൻവെസ്റ്റേഴ്സ് സേഫ് റിട്ടേൺ. ഇത് ബാങ്കിൻ്റെ ഷോർട്ട് ടേം ഫണ്ട് റൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് സേഫ് ആയിട്ടുള്ള റിട്ടേൺ ലഭിക്കാനും സഹായിക്കും. അപ്പോൾ ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണിത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇഷ്യൂഡ് ബൈ ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ സെക്കൻഡ് ആണ് നെഗോഷിയേറ്റബിൾ ആൻഡ് ട്രാൻസ്ഫറബിൾ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ അൺസൺസ് പ്രോമിസറി നോട്ട് ഓർ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം, ഇതൊരു യുസാൻസ് പ്രോമിസറി നോട്ടാണ്. അതുപോലെ തന്നെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്, ഇലക്ട്രോണിക് ഫോമിലാണ് ഇത് നൽകുന്നത്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലാണ്. മെച്യൂരിറ്റി പീരീഡ് 7 days to 1 year ആണ്. അപ് ടു 3 years വരെ ആവാം, എക്സ്റ്റെൻഡ് ചെയ്യാം, 3 വർഷം വരെ ആവാം. മിനിമം ഡിനോമിനേഷൻ 5 lakh ആൻഡ് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് ഇത് 1 lakh ആയിരുന്നു, അപ്പോൾ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 lakhും അതിൻ്റെ മൾട്ടിപ്പിളുമാണ്. കാനോട്ട് ബി വിഡ്രോൺ ബിഫോർ മെച്യൂരിറ്റി, ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ലോ റിസ്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇവിടെ റിസ്ക് കുറവാണ്. ഓഫർ ഫിക്സഡ് റിട്ടേൺസ് എന്തിന്ന് നമുക്ക് കിട്ടും, ഈ ഒരു CD നിന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് CD എന്താണ് CP, ഇതിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ കമ്പനികളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്താണെന്നുള്ളത് ആ വേർഡ് തന്നെ മനസ്സിലാവും. അല്ലെ, ക്യാഷ് എന്ത് ചെയ്യുന്നു, കടത്തിന് നൽകുക. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ എഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് റിസീവബിൾ, സ്റ്റോക്കിൻ്റെയും റിസീവബിൾസിൻ്റെയും മുകളിൽ ലോണ് അനുവദിക്കുന്നതാണെന്ത് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ ബാങ്കുകൾ, പ്രധാനമായിട്ടും ബാങ്കുകളാണ് ക്യാഷ് ക്രെഡിറ്റ് നൽകുന്നത്. സ്റ്റോക്കിൻ്റെയും റിസീവബിൾസിൻ്റെയും മുകളിൽ എന്ത് നൽകുന്നു, ലോണുകൾ നൽകുന്നു. അപ്പോൾ ബാങ്കുകൾ അവർക്ക് വിശ്വാസമുള്ള ബിസിനസ് ആയിരിക്കും. സ്റ്റോക്കിൻ്റെയും റിസീവബിൾസിൻ്റെയും മുകളിൽ നൽകുന്ന ലോണിന് പറഞ്ഞ പേരാണിത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് CC ഈസ് എ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്, ഒരു ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. പ്രൊവൈഡഡ് മെയിൻലി ബൈ ബാങ്ക്, ആണ് നൽകുന്നത് മെയിൻലി ബാങ്ക്സ് ആണ് ടു ബിസിനസ്സുകാർക്ക് ടു മീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോക്കിൻ്റെയും റിസീവബിൾസിൻ്റെയും മുകളിൽ ബാങ്കുകൾ നൽകുന്ന ലോണിന് പറഞ്ഞ പേരാണെന്ത് ക്യാഷ് ക്രെഡിറ്റ്. നെക്സ്റ്റ് നമുക്ക് ക്യാഷ് ക്രെഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ലിമിറ്റ് സാങ്ഷൻഡ് ബൈ ബാങ്ക്, ഇത് എല്ലാവർക്കും ബാങ്ക് നൽകാറുള്ള ലിമിറ്റായിട്ട് നൽകുന്നതാണെന്ത് ക്യാഷ് ക്രെഡിറ്റ്. ഡ്രോയിങ് പവർ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റോക്ക് വാല്യൂ, ഇവിടെ ഡ്രോയിങ് പവർ നോക്കുന്നത് സ്റ്റോക്കിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ
യൂട്ടിലൈസ്ഡ് എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണോ ചിലവഴിച്ചത് അതിന് എന്ത് ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റ് ചാർജ് ഉള്ളൂ. മുഴുവൻ എമൗണ്ടിലല്ല, നമ്മൾ ചിലവാക്കിയ എമൗണ്ടിനാണ് ക്യാഷ് ക്രെഡിറ്റിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. മോസ്റ്റ് പോപ്പുലർ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ആണിത് ക്യാഷ് ക്രെഡിറ്റ്. റിക്വേഴ്സ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെന്ത് വേണം, നമുക്ക് സ്റ്റോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, സെക്യൂർഡ് ലോണാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ ലോണ് അനുവദിച്ച് നൽകുന്നു. അത്തരം ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിന് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു സപ്ലയർ ഒരു ബയ്യർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ലഭിക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുന്നു. ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ പേരാണ് ഫാക്ടർ. ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അയാൾക്ക് അയാളുടെ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുന്നു. പിന്നീട് ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ബയ്യറുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് കളക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഫാക്ടറിങ്. ഫാക്ടറിങ് ഈസ് എ ഫൈനാൻഷ്യൽ സർവീസ്. എന്താണ്, ഒരു ഫൈനാൻഷ്യൽ സർവീസ് ആണെന്ത് ഫാക്ടറിങ്. ഇൻ വിച്ച് എ ബിസിനസ് സെൽ ഇറ്റ്സ് അക്കൗണ്ട് റിസീവബിൾ, ബിസിനസ് എന്ത് ചെയ്യുന്നു, അവരുടെ അക്കൗണ്ട് റിസീവബിൾ അതായത് ബുക്ക് ഡെപ്റ്റ് സെല്ല് ചെയ്യുന്നു ടു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു സെല്ലർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് റിസീവബിൾ, ഈ ഒരു ടേമാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അക്കൗണ്ട് റിസീവബിൾ അതായത് ബുക്ക് ഡെപ്റ്റ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പറഞ്ഞ പേരാണെന്ത് ഫാക്ടർ. അറ്റ് എ ഡിസ്കൗണ്ട് ടു ഒബ്റ്റൈൻ ഇമ്മീഡിയറ്റ് ക്യാഷ്, പെട്ടെന്ന് ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ദ ഫാക്ടർ ദെൻ കളക്ട്, അതിനുശേഷം ഫാക്ടർ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും പേയ്മെൻറ്റ് ഫ്രം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ആ പേയ്മെൻറ്റ് ഫാക്ടർ കളക്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, സപ്ലയർ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കുന്നു. ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞ പേരാണത് ഫാക്ടർ. പിന്നീട് അവരാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്ന ടേമാണ്. ഫാക്ടേഴ്സിലെ അതായത് ഫാക്ടറിങ്ങിലെ പ്രധാനപ്പെട്ട പാർട്ടീസ് നോക്കാം. ഒരു പാർട്ടീസ് ക്ലൈൻ്റ് ആണ്, അതായത് സെല്ലർ. ബിസിനസ് ദാറ്റ് സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ആരാണോ കടത്തിന് സാധനം വിറ്റത് അവർക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലൈൻറ്റ് അല്ലെങ്കിൽ സെല്ലർ എന്ന് പറഞ്ഞത്. ദെൻ ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ബൈ ഹൂ ഓ മണി, ആരാണോ ഗുഡ്സ് വാങ്ങിയത് അവരാണെന്ത് ഡെപ്റ്റർ അല്ലെങ്കിൽ കസ്റ്റമർ. ദെൻ ഫാക്ടർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പർച്ചേസിങ് റിസീവബിൾ, അക്കൗണ്ട് റിസീവബിൾ പർച്ചേസ് ചെയ്ത ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ പേരാണെന്ത് ഫാക്ടർ. 3 പാർട്ടീസാണ് ക്ലൈൻറ്റ്, ഡെപ്റ്റേഴ്സ്, ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഫാക്ടറിങ് ഡീൽസ് വിത്ത് അക്കൗണ്ട് റിസീവബിൾ. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്. ഫാക്ടറിങ് ഡീൽസ് വിത്ത് അക്കൗണ്ട് റിസീവബിൾസ് ആണ്. ഫാക്ടർ പ്രൊവൈഡ്സ് ഫിനാൻസ്, കളക്ഷൻ ആൻഡ് ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ. എന്ത് ചെയ്യുന്നു, ഫാക്ടർ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. പ്രധാനമായിട്ടും ഒരു 5 ടൈപ്സ് ഓഫ് ഫാക്ടറിങ് വരുന്നുണ്ട്. അതിലൊന്നാണ് റിക്കോഴ്സ് ഫാക്ടറിങ്. റിക്കോഴ്സ് ഫാക്ടറിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് സെല്ലർ ബിയേഴ്സ് റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്, സെല്ലർ എന്ത് ചെയ്യും, ബാഡ് ഡെപ്റ്റ് റിസ്ക് ഏറ്റെടുക്കും. ഫാക്ടർ ഓൺലി പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് കളക്ഷൻ ഓഫ് സർവീസ്, ഫാക്ടർ എന്തുമാത്രം ചെയ്താൽ മതി, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ സർവീസ് നിർവഹിക്കുക. എന്തിൻ്റെ ആവശ്യമില്ല, റിസ്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിക്കോഴ്സ് ഫാക്ടറിങ്ങിൽ സെല്ലർ റിസ്ക് ഏറ്റെടുക്കും, ഫാക്ടർ എന്ത് ചെയ്താൽ മതി, സർവീസ് നിർവഹിക്കുകയും അതുപോലെ തന്നെ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. സെക്കൻഡാണ് നോൺ റിക്കോഴ്സ് ഫാക്ടറിങ്. ഫാക്ടർ ബിയേഴ്സ് റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്, സെല്ലർ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഡീഫോൾട്ട് റിസ്ക്. ഇവിടെ ആരാണ് റിസ്ക് ഏറ്റെടുക്കുന്നത്, ഫാക്ടർ എന്ത് ചെയ്യണം, റിസ്ക് ഏറ്റെടുക്കണം. അപ്പോൾ നോൺ റിക്കോഴ്സ് ഫാക്ടറിങ്ങിൽ ഫാക്ടർ റിസ്ക് ഏറ്റെടുക്കണം, സെല്ലർ എന്ത് ചെയ്യുള്ളൂ,
ഈസ് പ്രൊട്ടക്റ്റഡ്. ഡീഫോൾട്ട് റിസ്ക് എന്തെങ്കിലും വന്നാൽ അതിന് പ്രൊട്ടക്ഷൻ മാത്രമേ ആര് നൽകുള്ളൂ, സെല്ലർ നൽകുള്ളൂ. അപ്പോൾ റിക്കോഴ്സ് ഫാക്ടറിങ്ങിൽ സെല്ലറാണ് റിസ്ക് ഏറ്റെടുക്കുന്നതും ദെൻ നോൺ റിക്കോഴ്സ് ഫാക്ടറിങ്ങിൽ റിസ്ക് ബിയർ ചെയ്യുന്നത് ഫാക്ടർ ആണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് തേർഡാണ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ഫാക്ടർ പേസ് ഓൺലി ഓൺ മെച്യൂരിറ്റി ഓഫ് ഇൻവോയ്സ്. മെച്യൂരിറ്റി ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ഇൻവോയ്സ് നൽകുള്ളൂ. ദെൻ അഡ്വാൻസ് ഫാക്ടറിങ്. ഫാക്ടർ പ്രൊവൈഡ്സ് അഡ്വാൻസ് ബിഫോർ കളക്ഷൻ. അഡ്വാൻസ് ആയിട്ട് നൽകും, കളക്ഷന് മുമ്പ് അഡ്വാൻസ് ആയി നൽകും. നെക്സ്റ്റ് ആണ് അൺഡിസ്ക്ലോസ്ഡ് ഓർ കോൺഫിഡൻഷ്യൽ ഫാക്ടറിങ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കസ്റ്റമേഴ്സ് ആർ നോട്ട് ഇൻഫോംഡ് അബൌട്ട് ഫാക്ടറിങ് അറേഞ്ച്മെൻറ്റ്. ഈ ഫാക്ടറിങ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ഫാക്ടേഴ്സ് എന്തില്ല, ഒരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്യില്ല. അതാണ് കോൺഫിഡൻഷ്യൽ ഫാക്ടറിങ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഫാക്ടറിങ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും പാസ് ചെയ്യാത്ത ഫാക്ടറിങ് ആണെന്ത്, അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ ഓരോ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് MC ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും മാക്സിമം MC ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ടേം റെഫേഴ്സ് ടു ക്രെഡിറ്റ് ഗ്രാൻറ്റഡ് ബൈ സപ്ലയേഴ്സ് ടു ബയേഴ്സ് ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്? താഴെ നൽകിയിട്ടുള്ളതിൽ ഏതിനാണ് നമ്മൾ പറയുന്നത് അല്ലെ, ക്രെഡിറ്റ് ഗ്രാൻറ്റഡ് ബൈ സപ്ലയർ ബയ്യർക്ക് നൽകുന്ന ക്രെഡിറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ വരുന്നത് ഫാക്ടറിങ് ആണ്. ഓപ്ഷൻ ബി ട്രേഡ് ക്രെഡിറ്റ് ആണ്. ഓപ്ഷൻ സി ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ പേപ്പറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൽകുന്നത് ആരാണ്, സപ്ലയർ ആണ്. ആർക്കാണ് നൽകുന്നത്, ബയ്യർക്കാണ് അല്ലേ. ഒരു ഗുഡ്സ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റിന് പകരം എന്ത് ചെയ്യുന്നു, ഒരു സപ്ലയർ ബയ്യർക്ക് നൽകുന്ന ക്രെഡിറ്റ് ആണെന്ത്, അതിന് പറഞ്ഞ പേരാണെന്ത്, ട്രേഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രേഡ് ക്രെഡിറ്റ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. മാച്ച് ദി ഫോളോവിങ് ഷോർട്ട് ടേം സോഴ്സസ് വിത്ത് ദെയർ ഫീച്ചേഴ്സ്. താഴെ നൽകിയുള്ളത് ഷോർട്ട് ടേം സോഴ്സസും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. അത് മാച്ച് ചെയ്യാനാണ് ചോദ്യം. എ വരുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് എന്താണ് മാച്ച് ചെയ്യേണ്ടത് അല്ലേ, 2 ആണ്. ക്രെഡിറ്റ് ഫ്രം സപ്ലയേഴ്സ് ആണെന്ത്, ട്രേഡ് ക്രെഡിറ്റ്. ബി ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ് കറക്റ്റ് മാച്ച് ചെയ്തത് പർച്ചേസ് ഓഫ് റിസീവബിൾ 1 ആണ്. റിസീവബിൾസ്, അക്കൗണ്ട് റിസീവബിൾസ് പർച്ചേസ് ചെയ്യലാണെന്ത്, ഫാക്ടറിങ്. ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ, അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണെന്ത്, കൊമേഴ്ഷ്യൽ പേപ്പർ. അപ്പോൾ സിക്ക് അനുയോജ്യമായിട്ടുള്ളത് 3 ആണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്കുകളാണ് എന്ത് ചെയ്തത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എക്ക് 2, ബിക്ക് 1, സിക്ക് 3, ഡിക്ക് 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്യാഷ് ക്രെഡിറ്റ്? താഴെ നൽകിയിട്ടുള്ളതിൽ ക്യാഷ് ക്രെഡിറ്റിന് ഏറ്റവും അനുയോജ്യമായുള്ള ആൻസർ ഏതാണെന്നാണ്. എ വരുന്നത് എ ലോങ് ടേം ലോൺ ഗിവൺ ടു കമ്പനീസ് ഫോർ പർച്ചേസിങ് ഓഫ് ഫിക്സഡ് അസറ്റ്. ക്യാഷ് ക്രെഡിറ്റ് ലോങ് ടേം ആണ്, അല്ല ഷോർട്ട് ടേം ലോൺ ആണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. ബി എ ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി വേർ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ എൻഡഡ് സാങ്ഷൻ ലിമിറ്റ്. ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ്, പക്ഷേ ഇൻട്രസ്റ്റ് എന്തല്ല, എൻഡഡ് ഇതിനല്ല. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റി വേർ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺലി എമൗണ്ട് യൂട്ടിലൈസ്ഡ്. നമ്മൾ ചിലവാക്കിയ എമൗണ്ടിന് മാത്രമേ എന്തുള്ളൂ, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണെന്ത്, കറക്റ്റ് ആൻസർ. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റിയാണ്, ഒരു ലോണാണ്. അത് ഇൻട്രസ്റ്റ് നമ്മൾ എത്ര എമൗണ്ട് ആണോ ചിലവാക്കിയത് അതിന് മാത്രം എന്തുള്ളൂ, ഇൻട്രസ്റ്റ് ചാർജ് ഉള്ളൂ. ദെൻ ഡി എ ലോൺ ഗിവൺ വിത്തൗട്ട് കൊളാട്രൽ.
കൊളാട്രൽ ഇല്ലാതെ ലോൺ നൽകുന്ന ഫെസിലിറ്റിയാണ് ക്യാഷ് ക്രെഡിറ്റ്. തെറ്റാണ്. അവിടെ നമ്മൾ എന്ത് നൽകുന്നുണ്ട്? കൊളാട്രൽസ് നൽകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ സ്റ്റോക്കോ അക്കൗണ്ട് റിസീവബിൾസോ കൊളാട്രൽസ് നൽകിയിട്ട് നൽകുന്ന ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റിയാണെന്ത്? ക്യാഷ് ക്രെഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ദ മിനിമം ഡിനോമിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ പേപ്പർ CPയുടെ മിനിമം ഡിനോമിനേഷൻ എത്രയാണ്? ഓപ്ഷൻ എ വരുന്നത് 10,000 ആണ്. തെറ്റാണ്. ഓപ്ഷൻ ബി 1 lakh, അതും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ സി 5 lakh, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ മിനിമം ഡിനോമിനേഷന് 5 lakh ആണ്. 5 lakhും അതിൻ്റെ മൾട്ടിപ്പിളുമാണ്. Move to the next question number 5. Consider the following statement about short term source of finance. താഴെ നൽകിയുള്ളത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ്. കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ് ആണ്. ലാർജ് കമ്പനികളാണ് എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ്, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. CD ഇഷ്യൂ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഇതും കറക്റ്റാണ്. ഫാക്ടറിംഗ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് റിസീവബിൾ ടു എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് റിസീവബിൾ ആണ്. അക്കൗണ്ട് റിസീവബിൾ സെയിൽ ചെയ്യലാണെന്ത്? ഫാക്ടറിംഗ്. കറക്റ്റ് ആൻസർ ആണ്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് ആൾവേസ് പ്രൊവൈഡഡ് വിത്തൗട്ട് എനി കോസ്റ്റ്. ട്രേഡ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും വിത്തൗട്ട് എനി കോസ്റ്റ് ആണ്. ഇത് തെറ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1, 2, 3 ആണ്. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. 1, 2 and 3 only. Move to the next question number 6. The organization that purchase book debt in factoring is called. ഫാക്ടറിങ്ങിൽ ബുക്ക് ഡെപ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനത്തെ പറയുന്ന പേരാണ്. ഓപ്ഷൻ എ വരുന്നത് ബ്രോക്കർ, ഓപ്ഷൻ ബി ഫാക്ടർ, ഓപ്ഷൻ സി ഡെപ്റ്റർ, ഓപ്ഷൻ ഡി ക്രെഡിറ്റർ. അല്ലെ, ബുക്ക് ഡെപ്റ്റ് വാങ്ങുന്ന അക്കൗണ്ട് റിസീവബിൾ വാങ്ങുന്ന ആൾക്ക് പറഞ്ഞ പേരാണ് ഫാക്ടർ. ഇവിടെ കമ്പനിയാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഫാക്ടർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. അസേർഷൻ റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് കൺസിഡർഡ് മോർ സെക്യൂർഡ് ദാൻ കൊമേഴ്ഷ്യൽ പേപ്പർ. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് CD അല്ലെ കൊമേഴ്ഷ്യൽ പേപ്പറിനേക്കാൾ കുറച്ചും കൂടി സെക്യൂർഡ് ആണ്. കറക്റ്റാണ്. CD കൊമേഴ്ഷ്യൽ പേപ്പറിനേക്കാൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് CD. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് ജനറലി ബാക്ക്ഡ് ബൈ റെപ്യൂട്ടേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ബാങ്ക്. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് പ്രധാനപ്പെട്ട അതിനെന്തുണ്ട്? ബാങ്ക് റെഗുലേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതും കറക്റ്റാണ്. ഇവിടെ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസണിങ് എന്തുമാണ്? അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യനൊക്കെ നല്ല രീതിയിൽ വായിക്കാം. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ടറി ഇൻക്ലൂഡ്. താഴെ നൽകിയുള്ളത് ഫാക്ടറിങ്ങിൽ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പർച്ചേസ് ഓഫ് ബുക്ക് ഡെപ്റ്റ്. പർച്ചേസ് ഓഫ് ബുക്ക് ഡെപ്റ്റ് ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. കളക്ഷൻ ഓഫ് റിസീവബിൾ, അക്കൗണ്ട് റിസീവബിൾ കളക്ട് ചെയ്യൽ ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലിക്വിഡിറ്റി ഓഫ് ഫേം, ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഇംപ്രൂവ് ചെയ്യൽ ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഫിനാൻസിങ്, ലോങ് ടേം ക്യാപിറ്റൽ ഫിനാൻസിങ് എന്തല്ല? ഫാക്ടറിങ് അല്ല, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഫിനാൻസിങ് ആണെന്ത്? ഫാക്ടറിങ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1, 2, 3 ഓൺലി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. അസേർഷൻ റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റ് ആർ ബോത്ത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. ക്യാഷ് ക്രെഡിറ്റും
ട്രേഡ് ക്രെഡിറ്റും രണ്ടും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. അസേർഷൻ കറക്റ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റും ട്രേഡ് ക്രെഡിറ്റും തന്നെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ബോത്ത് ഇൻവോൾവ്സ് ഫണ്ട്സ് ഒബ്റ്റെയിൻ ഫ്രം ഔട്ട്സൈഡ് ദി ഫേം. ഇത് രണ്ടും പുറത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. റീസണും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻ എ വരുന്നത് സപ്ലയേഴ്സ് ആണ്. ഓപ്ഷൻ ബി ബാങ്ക് ആണ്. ഓപ്ഷൻ സി ഗവൺമെൻറ് ആണ്. ഓപ്ഷൻ ഡി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് നൽകുന്നത് ബാങ്ക്സ് ആണ് കേട്ടോ. ട്രേഡ് ക്രെഡിറ്റ് ആണെങ്കിൽ സപ്ലയേഴ്സും ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ ബാങ്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് കൺസിഡേർഡ് സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്? താഴെ നൽകിയിട്ടുള്ളത് ഏത് ഷോർട്ട് ടേം സോഴ്സിനെയാണ് സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ വരുന്നത് ട്രേഡ് ക്രെഡിറ്റ്. ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ പേപ്പർ. ഓപ്ഷൻ സി ബാങ്ക് ലോണ്. ഓപ്ഷൻ സി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതിൽ സ്പോണ്ടേനിയസ് സോഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ, ട്രേഡ് ക്രെഡിറ്റ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ക്യാഷ് ക്രെഡിറ്റ് ഈസ് ഗ്രാൻറ്റഡ് ബൈ ബാങ്ക് എഗെയിൻസ്റ്റ് കൊളാട്രൽ സെക്യൂരിറ്റി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2. ട്രേഡ് ക്രെഡിറ്റ് ഈസ് ആൾവേസ് ഫ്രീ ഓഫ് കോസ്റ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് എപ്പോഴും എന്തില്ല, ഫ്രീ ഓഫ് കോസ്റ്റിനല്ല. സ്റ്റേറ്റ്മെൻറ്റ് 3. കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് ഇഷ്യൂഡ് ഓൺലി കമ്പനീസ് വിത്ത് ഹൈ റേറ്റിംഗ്. ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസാണ് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 4. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്നത് ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതും ശരിയാണ്. ഇവിടെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് എബവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്? താഴെ നൽകിയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 ഓൺലി ഫാൾസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും അതുമായി ബന്ധപ്പെട്ട MC ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.